ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനകത്ത് പുതിയ കൂട്ടുകാർ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മളുടെ നാട്ടറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ വരെ നമുക്കറിയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു തരും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി എത്ര പേർക്കറിയാം ഇതെന്ത് സാധനമാണ്? നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. ഇത് താഴെ ഒരു ചെടി മുളച്ച് കഴിഞ്ഞാൽ ഇത് മരത്തുമേ കൂടെ പടർന്നു കയറി മുകളിൽ വന്ന് നിറച്ച് ഇതുപോലെ പച്ച ഇലയുണ്ടാവും, ഇതുപോലെ പൂവുണ്ടാവും. അതിൻ്റെ മുകളിൽ ഒരു മഞ്ഞ പൂവുണ്ട്. അപ്പോൾ ഇതിന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വെള്ളിലം താളി എന്ന് പറയുന്ന സംഭവമാണത്. അപ്പോൾ ഇതിന് പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ കറുത്തത് മോള് വെളുത്തത് മോക്കട മോളിന് ഈ സുന്ദരിക്കോതയെന്ന് പറയും. അതാണ് ഈ മഞ്ഞപ്പൂവ്. അപ്പോൾ ആ പറയുന്നത് വളരെ അർത്ഥവത്താണെന്ന് പറയുന്നത് പഴയ കാരണന്മാരൊക്കെ പറയുന്നത് ഒന്നും കളയാനില്ല. അതുപോലെ പറയില്ലേ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയില്ലേ, അതൊക്കെ വളരെ കറക്റ്റാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. അമ്മ കറുത്തതെന്ന് പറഞ്ഞാൽ ഇല പച്ച കളറല്ലേ, അപ്പോൾ ഇത് നിറം കുറവല്ലേ, അപ്പോൾ അമ്മ കറുത്തത്. മോള് വെളുത്തതെന്ന് പറഞ്ഞാൽ പ്യുവർ വൈറ്റാണ്, വെള്ള മോള്. മോക്കട മോളെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ സൗന്ദര്യം നമ്മൾ വർണ്ണിക്കണ്ട. ഒന്ന് നോക്കിയേ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ, മഞ്ഞ കളറിൽ ഇത്ര സുന്ദരിയായൊരു സംഭവം വേറെ ലോകത്തുണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ അമ്മ കറുത്തത് മോള് വെളുത്തത് മോക്കട മോള് സുന്ദരിക്കോതാന്ന് പറയുന്നത്. ഈ സാധനത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളിലന്താളി എന്ന് അറിയപ്പെടണം. ഈ സാധനം ഇന്നിപ്പോൾ യൂസ് ചെയ്യാൻ നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും കാര്യമായിട്ട് അറിയില്ല എന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഈ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുന്നതാണ് കുളിക്കാനായിട്ട്. ഇത്രയും നല്ലൊരു താളി വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ആദ്യകാലത്തൊക്കെ. കാരണം ഞങ്ങളുടെ അവിടെ അങ്കമാലിലെ വീടിൻ്റെ അവിടുത്തെ പറമ്പിൽ ഇതുപോലെ ഒരു വെള്ളിയിലം താളി ഉണ്ടായിരുന്നു. ഞങ്ങളത് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല, നിറച്ച് ഇങ്ങനെ പൂക്കളായിട്ട് ഇതൊക്കെ നിൽക്കും. അപ്പോൾ ആൾക്കാർ ഈ പെണ്ണുങ്ങൾ അന്ന് കാലത്ത് ഇത് വന്ന് ഇതിൻ്റെ ഇലയും പൂവും എല്ലാം പറിച്ചു കൊണ്ടുപോകും. അത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് താളി ഉണ്ടാക്കി കുളിക്കാൻ വേണ്ടിയാണ്. അത് കാരണം പണ്ടത്തെ പെണ്ണുങ്ങളുടെ കാർകൂന്തൽ കണ്ടിട്ടുണ്ടോ, വളരെ ഭംഗിയോടുകൂടി ചിലപ്പം മുട്ടിന് താഴെ വരെ മുടിയും, അത് വളരെ തിക്കായിട്ടുള്ള മുടിയും വളരെ സൗന്ദര്യം തിളങ്ങുന്ന സൈസൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള താളിയൊക്കെ യൂസ് ചെയ്ത് കുളിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂസ് മനസ്സിലാക്കി നമ്മളുടെ ഇന്നത്തെ തലമുറയായാലും ഇതൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ സംഭവം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ ഇല എടുക്കാം, ഈ പൂവെടുക്കാം, ഇതിൻ്റെ മറ്റേ പൂവും എല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലിട്ട് ഇത് മിക്സ് ചെയ്ത് താളിയാക്കി മാറ്റി കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ വളരെ നല്ലതാണ്. മുടിക്ക് പ്രകൃതിദത്തമായ ഒരു സംഭവമാണ്, നാച്ചുറലാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ കയറി നിൽക്കണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇലയും പൂവൊക്കെ ഒന്ന് പറിച്ച് ഒന്ന് കഴുകി കളഞ്ഞ് മൊത്തം ഒന്നില്ലെങ്കിൽ ഇത് മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നമ്മൾ ഇതൊക്കെ പറിച്ചെടുത്ത് ഒരു പാത്രത്തിലിട്ട് താളിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുമ്പോൾ യൂസ് ചെയ്യാം. ഇത് സോപ്പ് യൂസ് ചെയ്യണ മാതിരിയല്ല, ഈ സാധനം യൂസ് ചെയ്ത് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക അഴുകുണ്ട് മുടിക്ക് തന്നെ. ഒരു ഗ്ലൈസിങ്ങും മുടിക്ക് വളരെ നല്ലതാണ്. നമ്മുടെ തലയോട്ടിക്ക് ആയാലും സൂപ്പറാണ്. അത് നമ്മൾ ശരിക്കും ഈ താളി കുറച്ച് നേരം തലയിലിട്ട് ശരിക്കും ആ താളി തലയിൽ കൊരി ഒഴിച്ച് ശരിക്കും ഇത് ചെയ്ത്, അത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾ ചെയ്താലും നല്ലതാണ്. ഞാനിന്ന് ഈ താളിയിട്ട് കുളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ഇലയും പൂവും എല്ലാം കൂടി പൊട്ടിച്ചെടുത്ത് നമുക്ക് കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് ചതച്ചെടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് താളിയാക്കി കഴിഞ്ഞാൽ നല്ല ഇതിലുള്ള താളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് അത്യാവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അമ്മേനെയും മോളെയും മോക്കട മോളെ സുന്ദരീനെയും എല്ലാവരെയും കൂടിയാണ് മിക്സ് ചെയ്യാം, ആരെയും വിടണ്ട. അപ്പോൾ നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്, നമുക്കിത് മതി. ഇതിനകത്ത് അപ്പോൾ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ചെടിയാണ് ഈ നിൽക്കുന്ന ഈ വെളുത്ത പൂവൊക്കെ ആയിട്ട് നിൽക്കാനല്ലേ, അതാണ് അമ്മയെന്നാണ് നമ്മളിപ്പോൾ പറിച്ചെടുത്തത്. അത് ലാവിഷായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ മുകളിലൊന്ന് നിറച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പറിച്ച് യൂസ് ചെയ്യാം. എന്നാൽ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ അരച്ച് റെഡിയാക്കി താളിയാക്കി മാറ്റാം. ശരി, അപ്പോൾ ഞങ്ങളുടെ വെള്ളിലം താളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ഹെന്ന ഇടാനായിട്ട് പ്ലാനിട്ട് നിൽക്കുവാണ്. സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഇന്നേ ഹെന്ന ഇടാനും ഒക്കെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം വാഷ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു താളി ഉപയോഗിച്ചിട്ട് മുടി കഴുകാൻ പോകുന്നത്.
വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ ഈ വെള്ളിലം താളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. വളരെ സോഫ്റ്റായിട്ട് അതുപോലെ നല്ല ഗ്ലോയൊക്കെ ലഭിക്കും നമ്മുടെ മുടിക്ക്. എനിക്കിഷ്ടമാണ് ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ വെള്ളില താളി അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളി ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെമ്പരത്തി ഞങ്ങൾ നാട്ടിൽ അങ്കമാലി ചെല്ലുമ്പോൾ അവിടെ കൂടുതലും ചെമ്പരത്തി ഒക്കെ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ വെള്ളില ഇവിടെ തൊട്ട് പുറകിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വെള്ളിലയും കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ഇവിടെ നിന്ന് പറിക്കാനും പറ്റും. വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കിട്ടുന്നവരെല്ലാവരും തന്നെ യൂസ് ചെയ്യുക. നമ്മൾ ഏറ്റവും നല്ലത് മുടി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഹെർബൽ ഷാമ്പു അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് കിട്ടുമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മാത്രം അടുത്ത ഓപ്ഷനായിട്ട് ഹെർബൽ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാം. അല്ലാതെ കെമിക്കൽസ് ഉള്ള ഷാമ്പു മുടി കൊഴിച്ചിലുള്ളവർ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മുടി നരയ്ക്കാൻ അതുള്ള ചാൻസുകളൊക്കെ കൂടുതലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കെമിക്കൽസ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ചാൻസ് ഉള്ളവർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാം. അപ്പോൾ എപ്പോഴും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. ഇതുപോലെ താളിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. നല്ല ശരീരത്തിനും നല്ലൊരു സുഖമായിരിക്കും. താളി ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉന്മേഷം കിട്ടാനായിട്ട് താളി ഉപയോഗിച്ചുള്ള കുളി നമ്മളെ സഹായിക്കും. ഇതിപ്പോൾ നമ്മൾ ക്ഷാമമില്ലാത്ത കാരണം ഒത്തിരി എടുത്തതാണ്. നമുക്ക് ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മളതെടുത്ത് കുറച്ച് കവറിൽ നന്നായിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കെടുത്ത് ഉപയോഗിച്ചാൽ മതി. അതായത് ലീഫായിട്ട് തന്നെ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കൂടുതൽ ദിവസം ഫ്രിഡ്ജിൽ വെക്കേണ്ട. കാര്യം ഇൻ കേസ് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ചീത്താവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.